നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എംപുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി. ബുക്ക് മൈ ഷോയിൽ ആദ്യ ഒരു മണിക്കൂറിൽ ഏറ്റവുമധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമായി എംപുരാൻ. 1,00,000-നടുത്ത ടിക്കറ്റുകളാണ് ആദ്യ മണിക്കൂറിൽ വിറ്റുപോയത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത് ചരിത്ര റെക്കോർഡാണ്. ദ മിന്റ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു മണിക്കൂറിൽ എംപുരാന്റേതായി 93,500ഓളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റിരിക്കുന്നത്. കണ്ണൂർ കൈതപ്രത്ത് രാധാകൃഷ്ണനെ വെടിവച്ച് കൊലപ്പെടുത്തിയത് വ്യക്തിവിരോധത്തെ തുടർന്നെന്ന് FIR. രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി സന്തോഷിന് സൌഹൃദം തുടരുവാൻ കഴിയാത്ത വിരോധത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്ന് കണ്ണൂർ റൂറൽ SP അനുരാജ് പലിവാൾ പറഞ്ഞു. കൊലയ്ക്കുപയോഗിച്ച തോക്ക് കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. സമീപത്തെ പുഴയിൽ പ്രതി തോക്ക് ഉപേക്ഷിച്ചുവെന്ന നിഗമനത്തിലാണ് പോലീസ്. അവിടെയും പരിശോധന നടത്തും. പ്രതിയുമായുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും SP കൂട്ടിച്ചേർത്തു. BJP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക ഞായറാഴ്ച സമർപ്പിക്കും. തിങ്കളാഴ്ച പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കും. കേന്ദ്ര ഭരണാധികാരി പ്രഹ്ലാദ് ജോഷി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്ര നേതൃത്വത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമായി അത് തുടരുകയാണ്. ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുകയും വിവിധ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണിത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തേണ്ടതിനാൽ സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം. 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കിടയിലാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൽ നടപടി നേരിട്ട വിദ്യാർത്ഥി ഇന്ന് പരീക്ഷ എഴുതുവാൻ സ്കൂളിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. നടപടി നേരിട്ട വിദ്യാർത്ഥിയാണ് 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാനത്തിന്റെ ഫണ്ട് വിനിയോഗ കാലാവധി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ വർഷം ഡിസംബർ 31 വരെ ഉപാധികളോടെയാണ് കേന്ദ്രം കാലാവധി നീട്ടിയത്. ഉപാധികളിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മീററ്റിൽ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ ഭാര്യയും കാമുകനും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ തുടരുന്നു. പ്രതികളിൽ ഒരാളായ മുസ്കാൻ റസ്തോഗിയുടെ ബോളിവുഡ് മോഹങ്ങളും സാമ്പത്തിക ഇടപാടുകളും എല്ലാം പോലീസ് അന്വേഷിക്കുകയാണ്. സൌരഭ് രാജ്പുത്തിനെ കൊലപ്പെടുത്തുകയും വെട്ടിനുറുക്കുകയും ചെയ്ത ശേഷം ഇദ്ദേഹത്തിന്റെ തലയും കൈകളും മറ്റൊരു പ്രതിയായ സാഹിൽ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുവന്ന് ദുർമന്ത്രവാദം നടത്തിയെന്നാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മാർച്ച് 22-ന് കന്നഡ അനുകൂല സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ബന്ദിനെതിരെ KPCC അധ്യക്ഷനും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ബന്ദ് ശരിയായ സമീപനം അല്ലെന്നും ഇത് ബോധ്യപ്പെടുത്തുവാൻ ബന്ദിന് ആഹ്വാനം ചെയ്ത സംഘടനകളുമായി സംസാരിക്കുമെന്നും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ബന്ധുമായി മുന്നോട്ടു പോകാനാണ് സംഘടനകൾ തീരുമാനിക്കുന്നത് എങ്കിൽ അത് SSLC പരീക്ഷകളെയടക്കം ബാധിക്കുമെന്നും ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി. കോട്ടയം കടപ്ലാമറ്റം വയലായിൽ പോലീസുകാർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. മരങ്ങാട്ടുപിള്ളി പോലീസ് സ്റ്റേഷനിലെ CPOമാരായ മഹേഷ്, ശരത്, ശ്യാംകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ലഹരി സംഘത്തിലെ 6 പേരെ മരങ്ങാട്ടുപിള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വയലായി സ്വദേശികളായ കൈലാസ് കുമാർ, ദേവദത്തൻ, അർജുൻ, ദേവരാജ്, ജസിൻ ജോജോ, അതുൽ പ്രദീപ്, അമൽ ലാലു എന്നിവരാണ് പിടിയിലായത്. ഇവരുൾപ്പെടുന്ന സംഘം ലഹരി ഉപയോഗിച്ച ശേഷം ബഹളം വയ്ക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഇതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.